നമ്മുടെ പല കാര്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണെന്ന് നമ്മൾ അറിയരുതെന്ന് പിശാചിന് നിർബന്ധമുണ്ട്. ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച്, ഏത് കോണ്ടെക്സ്റ്റിൽ? കെട്ടുന്ന കാര്യം പറഞ്ഞപ്പോ, അഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ബൈബിൾ പറയുകയാണ്, അങ്ങനെ കെട്ടുകയും അഴിക്കുകയും ചെയ്യുമ്പോ രണ്ടുപേര് ചേർന്ന് കെട്ടിയാൽ അത് കുറെ കൂടി കനമുള്ളൊരു കെട്ടായിരിക്കും. രണ്ടുപേര് ചേർന്ന് അഴിച്ചാൽ അത് കുറെ കൂടി എളുപ്പമുള്ളൊരു അഴിക്കലായിരിക്കും. കുട്ടി ഒരു ബന്ധനാവസ്ഥയിലാണ്, മകൻ അല്ലെങ്കിൽ മകൾ. ബൈബിൾ എന്താ പറയുന്നത്? നിങ്ങൾ ഭൂമിയെ കെട്ടിയാ സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിച്ചാ സ്വർഗത്തിൽ അഴിക്കപ്പെടും. എന്നിട്ട് പറയാണ്, രണ്ടുപേര് യോജിച്ച് ഒരു മനസ്സോടെ കെട്ടിയാൽ അത് കിട്ടും. അപ്പൊ മകൻ അല്ലെങ്കിൽ മകള് ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ രണ്ടുപേരുണ്ടോ വീട്ടിൽ? ആരാ അത്? അപ്പനും അമ്മയും യോജിച്ച് ഒരു മനസ്സോടെ ഈ കെട്ട് എന്റെ മകനീന്ന് അഴിയട്ടെ എന്ന് പറഞ്ഞാൽ അത് അഴിയുമെന്ന് മനസ്സിലായ? അതുകൊണ്ടാണ് സാത്താൻ യോജിക്കാൻ സമ്മതിക്കാത്തത്. യോജിക്കത്തില്ല, യോജിക്കാൻ സമ്മതിക്കത്തില്ല. സാത്താൻ ഏറ്റവും ഭയം ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യരെയാണ്, ഒരുമിച്ച് നിൽക്കുന്ന ഹൃദയങ്ങളെയാണ്. ഒരുമിച്ച് നിൽക്കുന്ന ഹൃദയത്തിന്റെ മുമ്പിൽ സാത്താന് തോറ്റ് പിന്മാറിയേ പറ്റൂ. നമ്മുടെ പല കാര്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണെന്ന് നമ്മൾ അറിയരുതെന്ന് പിശാചിന് നിർബന്ധമുണ്ട്. ഭൂമിയിൽ നിങ്ങളിൽ